ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കൊരു ഹെയർ ബാൻഡ് മേക്ക് ചെയ്യാം. അതിനായിട്ട് ആവശ്യമായ എന്തൊക്കെ സാധനങ്ങളാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു സാറ്റിൻ ബോ എടുത്തിട്ടുണ്ട്, ഗ്രീൻ കളറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അടുത്തായിട്ട് വരുന്നത് ഈ ഒരു സ്റ്റോൺ ഷീറ്റിന്റെ ഒരു ചെറിയ ഈ രണ്ട് ലൈൻ വരുന്നത് ഒരു ചെറിയൊരു പോർഷനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അടുത്തായിട്ട് വരുന്നത് ഗിയർ വെയർ ആണ് നമുക്ക് വേണ്ടത്. പിന്നെ വരുന്നത് ഈ ഒരു ടൈപ്പ് ബീഡ്സ് ആണ്. ഈ ഒരു ടൈപ്പ് ബീഡ്സ് ആണ് വേണ്ടത്. പിന്നെ വേണ്ടത് ബഞ്ച് കോൺഫ്ലവർ ആണ് വേണ്ടത്. ഞാൻ ഈ ഒരു കളറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതെടുക്കാം. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് B7000 ഗ്ലൂ ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇത്രയുമാണ് ഈ ഒരു ഹെയർ ബാൻഡ് മേക്ക് ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് വേണ്ടത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡിൽ ഈ ഒരു ഫോം ഫ്ലവർ ചുറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഇത്രയും വിട്ടേച്ച്, നമുക്കൊരു കണക്കുണ്ടല്ലോ, അപ്പൊ സ്ഥിരം ചെയ്യുന്നവർക്കാണ് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമുക്ക് ഇവിടം തൊട്ട് ആരംഭിക്കാം. അപ്പൊ ഞാനിവിടെ ഇങ്ങനെ ആ ഒരു ബാലൻസ് വരുന്ന ഈ ഒരു കമ്പി ഇല്ലേ, ഇത് കണ്ടോ, ബഞ്ച് ഫ്ലവറിനെല്ലാം ഉള്ളതാണ് ഈ ഒരു കമ്പി. ഇത് നമ്മളിങ്ങനെ ചുറ്റി ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ചുറ്റിയെടുക്കുകയാണ് കുറച്ചും കൂടെ നല്ല കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം ഫസ്റ്റ് ഗ്ലൂ അപ്ലൈ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ഒരു ഫ്ലവർ ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലൊന്ന് ചുറ്റിയെടുക്കാം. ഇങ്ങനെ ചുറ്റിയെടുക്കുമ്പം ഫിറ്റായിട്ട് തന്നെ അങ്ങനെ ഇരുന്നോളൂ, പറഞ്ഞൊന്നും പോകത്തില്ല. പിന്നെ നമ്മൾ ഈ എൻഡ് ഭാഗം ഉണ്ടല്ലോ, ഈ സംഭവം, ഇത് നമ്മൾ മേലോട്ട് തന്നെ ആക്കി വെക്കണം കേട്ടോ. അത് ഞാൻ എപ്പോഴും ഈ ഒരു ഫോം ഫ്ലവർ വെച്ചിട്ട് ചെയ്യുമ്പോൾ പറയുന്ന കാര്യമാണ്. കാരണം താഴോട്ട് നമ്മളിങ്ങനെ ചുറ്റി വരും, ചിലപ്പോൾ ബാലൻസ് കണ്ട് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇങ്ങനെ വരുമ്പോൾ പിള്ളേർ തലയിലൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ അത് തലയിൽ കൊണ്ടു കയറാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വരാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഇത്രയൊരു ഭാഗം വിട്ടിട്ട് ഇവിടെ തൊട്ടാണ് ആരംഭിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഫോം ഫ്ലവർ ഒരെണ്ണം ചുറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പൊ നമ്മൾ കട്ട് ചെയ്തെന്ന് വെച്ചാൽ ഇതുപോലൊരു സ്റ്റോൺ ഷീറ്റിന്റെ ഇത്രയും കാണുമല്ലോ നിങ്ങളുടെ കയ്യിൽ. അപ്പൊ നമ്മൾ ഈ ഒരു ഇങ്ങനെ വെച്ചിട്ട് 1 2 3 4 5 ഈ ഒരു 5 ഈ ഒരു സ്റ്റോൺ കണ്ടോ, ഇങ്ങനെ വരുന്നത് ഒരു 5 എണ്ണമായിട്ട് എടുത്തിട്ട് കട്ട് ചെയ്യണം. അങ്ങനെ ഒരു 3-4 എണ്ണം കട്ട് ചെയ്ത് വെച്ചേക്കാം അല്ലേ. അപ്പൊ നമുക്കടുത്ത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇതുപോലെ ഫസ്റ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബാക്കിയും കൂടെ കട്ട് ചെയ്യാം. ആവശ്യമുള്ള എത്രയാണോ നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്കത് മനസ്സിലാവും. 5 ഇത്രയും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും എടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു കട്ട് ചെയ്ത ഈ ഒരു സാധനം കണ്ടോ, നമുക്ക് ഇതിന്റെ അടിയിലൊരു പ്ലാസ്റ്റിക്കിന്റെ ഇത് വരുന്നുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തൊരു ഷേപ്പാക്കി ഒക്കെ എടുത്തേക്കാം. കണ്ട് ഇത് ഇത്ര എടുക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. കണ്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഗിയർ വെയർ ഇല്ലേ, ഗിയർ വെയർ കുറച്ച് ശക്കല ലെങ്തിനങ്ങ് എടുത്തേക്കുണ്ട്. ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ, ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് മാറ്റി വെക്കാമേ. അതിനുശേഷം നമുക്ക് ഈ ഒരു ഇവിടെ കണ്ടോ, ഇതിൽ കൂടെ തന്നെ ഇങ്ങനെ കോർത്തെടുക്കാമേ. വെച്ചിട്ട് സൂചി കോർത്ത് കൊടുക്കാതായിരിക്കും കുറച്ചുകൂടെ നല്ലത്.
വേറെ ഞാൻ സൂചി കോർത്ത് കൊടുത്തിട്ടുണ്ട്. അല്ല, സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഭയങ്കര പാടായിരിക്കും. ഇതുപോലെ ഞാൻ കോർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ ഒരു ഇതിൻ്റെ താഴ്ഭാഗം കണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ കോർത്തെടുക്കണേ. ഇങ്ങനെ കോർത്ത് എടുക്കുക. ഈ ഭാഗം, അതിൻ്റെ എൻ്റെ ഭാഗം നമുക്കിവിടുന്ന് കെട്ടിക്കൊടുക്കാം. പ്ലെയർ വെച്ച് വലിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് മുറുകി കിട്ടും. ഇതുപോലത്തെ പ്ലെയറൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതും വെച്ചൊന്ന് വലിച്ചു കൊടുക്കുക. കണ്ടോ? അതിന് ശേഷം ഇങ്ങനെ മുകളിലോട്ടാക്കിയിട്ട് ബാക്കി പോർഷൻ കട്ട് ചെയ്ത് കളയാനേ, അല്ലെങ്കിൽ അത് തലയിൽ കുത്തിക്കൊള്ളാനൊക്കെ ചാൻസ് ഉണ്ട്. ഞാനത് കെട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ബീഡ്സ് ഒരു 3 എണ്ണം ഫസ്റ്റ് ഇട്ട് കൊടുക്കാതെ 3 ബീഡ്സ് കണ്ടോ? 3 എണ്ണം നമ്മളിങ്ങനെ കോർത്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വളഞ്ഞ് വരണം. ഇങ്ങനെ കണ്ടോ? ഈ ഒരു ഷേപ്പ് വരണേ. കണ്ടോ? ഇതൊന്ന് ശ്രദ്ധിക്കണം. അതിനുശേഷം നമുക്ക് അതിൻ്റെ താഴെ കൂടെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ചെറുക്കൊക്കെ ഇച്ചിരി പാടാ. കണ്ടോ? ഇതുപോലെ എടുക്കണം. ഇനി നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് അടുത്ത കോൺഫ്ലവറില്ലേ അത് ഇതുപോലെ വെച്ച് കൊടുക്കണം. അടുത്ത കോൺഫ്ലവറും ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കാം. ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ചുറ്റി കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് അങ്ങനെ ഇരുന്നോളും. കണ്ടോ? ഇനി നമുക്ക് അടുത്ത ബീഡ്സും 3 എണ്ണം ഇട്ട് കൊടുക്കാമേ. ഇതുപോലെ 3 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? എന്നിട്ട് ഇതിൻ്റെ അടിയിൽ കൂടെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. മനസ്സിലായോ? ഇങ്ങനെ നിൽക്കണം. എന്നിട്ട് ഇതിൻ്റെ താഴെക്കൂടെ അതിൻ്റെ ഈ ഒരു ഭാഗത്തൂടെ നമുക്ക് ഈ ഒരു സൂചി ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കെട്ട് വീഴാതെ വരച്ച് മുറുക്കണം. കെട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ സാറ്റിൻ ബോർഡ് ഇതിൽ കട്ടിയില്ലാത്തില്ല. ഇങ്ങനെ നൂല് പൊങ്ങി ഇങ്ങനെ കീറിപ്പോകാനൊക്കെ ചാൻസ് വരും. അപ്പോൾ ഇതുപോലെ എടുത്തിട്ടുണ്ട്. കണ്ടോ? നല്ല അടിപൊളി ഒരു ഹെയർ ബാൻഡാണ്. നമുക്കിതുപോലെ ഈസി ആയിട്ട് തന്നെ മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. നന്നായിട്ട് വലിച്ചൊക്കെ ഒന്ന് മുറുക്കി കൊടുത്തേക്കണേ. അതിനുശേഷം അടുത്ത ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഈ ഒരു സ്റ്റോണ് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ അതിനുശേഷം 3 ബീഡ്സ് ഇട്ട് കൊടുക്കാതെ
നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം നമുക്കിതൊന്ന് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ ഈസിയാണ് അല്ലേ. വെറൈറ്റി ഓരോ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റോൺ കണ്ടോ, ഇത് 1 2 3 ഈ മൂന്നാമത്തേന്റെ അടിയിൽ കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പൊ നമുക്കെല്ലാം സെയിം ആയിട്ട് കിട്ടും. ഇപ്പോഴത്തെ അത് തന്നെ ഇതിൽ കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു മൂന്നാമത്തെ ഇതാണല്ലോ ഇപ്രവശത്തും വരുന്നത്. പിന്നെ അടുത്തത് ഈ ഒരു ഫ്ലവറിന്റെ അടിയിൽ കൂടാണ് നമ്മൾ അടുത്ത സ്റ്റിച്ചിങ് പോകുന്നത്. അങ്ങനെ ആ ഒരു സംഭവമൊക്കെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ ഒരു ഹെയർ ബാൻഡ് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ, അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ഇത് ചുറ്റിയെടുക്കുകയാണെങ്കിലും ആ ഒരു ഇത് ഡ്രസ്സായിട്ട് ഇങ്ങനെ ഇരുന്നോളും കേട്ടോ. ചുറ്റിയെടുക്കുന്നേക്കാളും നല്ലത് ഇങ്ങനെ പുറത്ത് പോകുന്നതാണ്. കണ്ടോ, അതിനുശേഷം നമുക്ക് പിന്നെ വീണ്ടും അപ്പൊ ഈ ഒരു ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായില്ല. അത് മനസ്സിലാക്കാനാണ് ഇത് ഞാൻ ഇങ്ങനെ വിശദമായിട്ട് കാണിച്ചത്. എല്ലാം പോയി തട്ടിപ്പോയി. അപ്പൊ അതിനുശേഷം നമുക്ക് അടുത്ത ഫ്ലവർ ഇങ്ങനെ എടുക്കുക. ഈ ഒരു ഫ്ലവർ ഇങ്ങനെ വെച്ചിട്ട് ചുറ്റിക്കൊടുക്കുക. വെറൈറ്റി ആയിട്ട് നമുക്ക് ഈ ഒരു ഫോം ഫ്ലവറും ബീഡ്സും സ്റ്റോണും ഒക്കെ വെച്ചിട്ട് നമുക്ക് നല്ലൊരു ഹെയർ ബാൻഡ് മേക്ക് ചെയ്തെടുക്കാം. ഇതേ താഴോട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ മടക്കി വെക്കാതായിരിക്കും നല്ലേ. അല്ലെങ്കിൽ അത് താഴെ കൂടി ചുറ്റി എടുക്കുമ്പോൾ ഇവിടെ മേലിലോട്ട് ഇങ്ങനെ മടക്കി വെക്കാനുള്ളത് കിട്ടത്തില്ല. അപ്പൊ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് ചുറ്റി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ ഒരു ബീഡ്സ് കോർത്ത് കൊടുക്കാം. 3 എല്ലാം 3 ബീഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ലാസ്റ്റ് വരെ ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെ വൈറ്റ് അല്ല വേറെ ഏതെങ്കിലും കളർ ഉണ്ടെങ്കിൽ അത് നല്ലതാണ് കേട്ടോ. ഞാനിപ്പോ ഒരു വൈറ്റ് എടുക്കുന്നേ ഉള്ളൂ. കണ്ടോ, അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാം ചെയ്തിട്ടെടുപ്പത്തന്നെ മനസ്സിലായല്ലോ എങ്ങനെയാണ് ആ ഒരു ബീഡ്സ് വെച്ച് കോർക്കുന്നതും സ്റ്റോൺ ഒട്ടിച്ചതും ഫോം ഫ്ലവർ ചുറ്റിയെടുക്കുന്നതും ഒക്കെ നന്നായിട്ട് മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് ബാക്കിയും കൂടെ ഇത് മൊത്തം കാണിക്കുമ്പോൾ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടും. അപ്പൊ നിങ്ങൾക്കും ബോറടിക്കും. അപ്പൊ അതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് മനസ്സിലായതുകൊണ്ട് ഞാൻ ബാക്കി പെട്ടെന്ന് ചെയ്തിട്ട് ഇപ്പൊ വരാം. അപ്പൊ നമ്മൾ ഈ ഒരു ഹെയർ ബാൻഡ് എല്ലാം ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് എല്ലാവർക്കും ഈസി ആയിട്ട് തന്നെ ചെയ്യാവുന്ന ഒരു ഹെയർ ബാൻഡ് ആണ്. നിങ്ങളുടെ ഇതുപോലെ സാറ്റിൻ ബോയും ഇതുപോലെ ഒരു ബീഡ്സും ഈ ഒരു സ്റ്റോൺ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡ് ഈസി ആയിട്ട് തന്നെ മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യുക. പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇത് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.